നമസ്കാരം. മിഷൻ ഡ്രീംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുൻപ് റെസ്യൂമേ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 ബേസിക് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ചെയ്യാമോ, ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെയുള്ള റിക്വസ്റ്റുകൾ ലഭിച്ചിരുന്നു. തീർച്ചയായും സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ മറ്റൊരു റിക്വസ്റ്റ് വന്നത് ആ 5 പോയിന്റുകളും ഒന്ന് ഇലാബറേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. I thought it's a good suggestion and decided to do the same immediately. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല, കാരണം I prefer doing short videos. മൾട്ടിപ്പിൾ വീഡിയോസ് തന്നെ ചെയ്യേണ്ടി വരും, ബട്ട് ഇറ്റ്സ് ഓക്കെ, വിൽ ഡു ഇറ്റ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതാണല്ലോ ആദ്യത്തെ പോയിന്റ്. ഒബ്ജക്റ്റീവ് എന്ന സെക്ഷൻ മാറ്റി പകരം പ്രൊഫഷണൽ സമ്മറി എന്ന ഒരു സെക്ഷൻ ബിഗിനിങ്ങിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് പ്രൊഫഷണൽ സമ്മറിയിൽ എഴുതേണ്ടത്? വാട്ട് ഓൾ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊഫഷണൽ സമ്മറി? ഇൻഫാക്ട് ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. നിങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ്, റോൾസ് ദാറ്റ് യു പെർഫോംഡ്, കീ കോമ്പറ്റൻസീസ് ആൻഡ് അച്ചീവ്മെന്റ്സ്, യുവർ ഗ്ലോബൽ എക്സ്പോഷർ, ഇൻഡസ്ട്രീസ് ആൻഡ് ഡൊമൈൻസ് ദാറ്റ് യു വർക്ക് വിത്ത് എക്സെട്ര. ഇൻ എ നട്ട്ഷെൽ അതാണ് പ്രൊഫഷണൽ സമ്മറി എന്ന് പറയുന്നത്. ഇനി പ്രൊഫഷണൽ സമ്മറിയിൽ ആദ്യം എന്തെഴുതണം എന്ന് ഒരുപക്ഷെ ചോദ്യം വന്നേക്കാം. വാട്ട് ഷുഡ് ബി ദ ഫസ്റ്റ് പോയിന്റ് ഇൻ യുവർ പ്രൊഫഷണൽ സമ്മറി? ഇൻഫാക്ട് ഇതിനൊരു പ്രത്യേക ഓർഡർ, ഇത് ഇന്ന രീതിയിൽ എഴുതണം എന്നൊന്നുമില്ല. പക്ഷെ വാട്ട് എവർ ഓർഡർ യു ചൂസ്, എൻഷുർ ദാറ്റ് ഈസ് സെൻസിബിൾ ആൻഡ് മീനിങ്ഫുൾ. വളരെ എളുപ്പത്തിൽ പ്രൊഫഷണൽ സമ്മറി ബിൽഡ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങൾ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രൊഫഷണൽ സമ്മറി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക് യുവർ സെൽഫ് ഈസ്, വാട്ട് ഡു യു ഡു ആൻഡ് ഹൗ ലോങ് യു ഹാവ് ബീൻ ഡൂയിങ് ദിസ്? 4 വർഷം മുൻപായിരുന്നെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ എഴുതിയേനെ, HR professional with 16+ years of extensive experience in IT, finance and telecom industries. അതായിരുന്നു എൻ്റെ പ്രൊഫഷണൽ സമ്മറിയിലെ ആദ്യത്തെ പോയിന്റ്, അല്ലെ ആദ്യത്തെ സെന്റൻസ്. ഇന്നെന്നോട് ആ ചോദ്യം ആരെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ ഞാൻ സ്വയം ചോദിക്കുകയോ ചെയ്താൽ ഞാൻ ഒരു പക്ഷേ പറയും, ഫിലിം മേക്കർ ആൻഡ് റൈറ്റർ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് മ്യൂസിക്കൽസ്, ആഡ് ഫിലിംസ്, ഡോക്യുമെന്ററീസ് ആൻഡ് ഷോർട്ട് ഫിലിംസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ ഇപ്പോൾ എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് ഞാൻ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എഴുതിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ദിസ് ഇസ് ദ അതർ പോയിന്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അതായത് കസ്റ്റമൈസേഷൻ ഓഫ് യുവർ റെസ്യൂമേ. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഇനി പ്രൊഫഷണൽ സമ്മറിയിൽ രണ്ടാമത്തെ പോയിന്റ് കിട്ടാൻ ഏത് ചോദ്യം ചോദിക്കണം? ആസ്ക് what were the different roles that you performed? ജോലിയുടെ ഭാഗമായി നിങ്ങൾ ഏതൊക്കെ റോളുകൾ ചെയ്തിട്ടുണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ 4 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ എഴുതിയേനെ, performed wide range of roles that include 3 years as global head of HR systems, 5 years as center HR head and 3+ years as business partner HR and so on. മൂന്നാമതായി ഞാൻ എൻ്റെ പ്രൊഫഷണൽ സമ്മറിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സിനെ കുറിച്ചായിരിക്കും. സോ വാട്ട് ക്വസ്റ്റ്യൻ ഐ വിൽ ആസ്ക്? വാട്ട് ആർ യുവർ കീ ഓർ സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ്സ്? ഇൻ മൈ കേസ് ഐ വുഡ് ഹാവ് റിട്ടൺ, brought in major enhancements to HR systems capabilities within a period of 24 months by leading the implementations of multiple modules of PeopleSoft, SuccessFactors and Innotas across 6 regions around the world. ഇന്നാണെങ്കിൽ ഞാൻ എഴുതും, applied both creative and social media competencies on different tools and platforms which helped in establishing a YouTube channel that crossed 2 million views in 1 year. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ഹൈലൈറ്റ് ചെയ്യണമെന്നത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് റോൾ യു ആർ അപ്ലൈയിങ് ഫോർ. റിമെമ്പർ, ഇറ്റ്സ് വൺസ് അഗൈൻ കണക്റ്റഡ് ടു ദ അതർ പോയിന്റ് ഓഫ് കസ്റ്റമൈസിങ് യുവർ റെസ്യൂമേ. ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ പ്രൊഫഷണൽ HR പ്രൊഫഷണലിലെ പോയിന്റ്സ് എല്ലാം ഒന്നിച്ചെഴുതുകയാണെങ്കിൽ പ്രൊഫഷണൽ സമ്മറി, ആദ്യത്തെ പോയിന്റ് HR professional with 16+ years of experience
in IT, finance and telecom industries. Second point, performed wide range of roles that include 3 years as global head of HR systems, 5 years as center head HR, and 3+ years as business partner HR, and so on. Third point, brought in major enhancements to HR systems capabilities within a period of 24 months by leading the implementations of multiple modules of PeopleSoft, SuccessFactors and Inodas across 6 regions around the world. ഇനി ഇതിങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഉദാഹരണത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ സ്ട്രക്ചർ ചെയ്യാം. ബ്രോഡ് ആൻഡ് ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മാനേജിംഗ് HR systems, business partnering, talent management and general HR. Second point, over 16 years of HR experience with 5+ years as center HR head, 3+ years in managing HR systems and 3+ years in business partnering. Geographies, lived and worked in India, USA and Philippines. Industries, IT, finance and telecom. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ സ്ട്രക്ചർ ചെയ്തു എന്ന് മാത്രം. ബേസിക്കലി നിങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ്, കീ കോമ്പറ്റൻസീസ്, എക്സ്പീരിയൻസസ്, അച്ചീവ്മെന്റ്സ്, അവാർഡ്സ് എക്സെട്ര, പിന്നെ നിങ്ങളുടെ ഗ്ലോബൽ എക്സ്പോഷർ, ഏതൊക്കെ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് എന്നും മറ്റും, പിന്നെ ഏതൊക്കെ ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം, അതല്ല നിങ്ങളൊരു സോഫ്റ്റ്വെയർ ടെക്നിക്കൽ പേഴ്സൺ ആണെങ്കിൽ ഏതൊക്കെ ഡൊമൈനിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രൊഫഷണൽ സമ്മറിയിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇതിനു പുറമെ നിങ്ങളുടെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ഡു ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് പ്രൊഫഷണൽ സമ്മറി സെക്ഷൻ. വരും ദിവസങ്ങളിൽ ബാക്കി പോയിന്റുകളെ കുറിച്ച് കൂടുതൽ ഇലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മിഷൻ ഡ്രീംസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.